Okay, so let us begin the class. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു റിസൾട്ട് ഇന്ന് നോക്കാനുണ്ട്. അത് ഇറ്റ്സ് റിലേറ്റിംഗ് ടു സംതിങ് ലൈക്ക് ഓൾജിബ്രായിക് എക്സ്റ്റൻഷനും ഫൈനൈറ്റ് എക്സ്റ്റൻഷനും റിലേറ്റഡ് ആയിട്ടൊരു റിസൾട്ടാണ് ശരിക്കും പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു റിസൾട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഫീൽഡ് E of a field F is algebraic extension of F. ഒരു ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഫീൽഡ് ആണെങ്കിൽ അത് എന്താണ് ഓൾജിബ്രായിക് എക്സ്റ്റൻഷൻ ഫീൽഡും ആയിരിക്കും എഫിൻ്റെ. പക്ഷേ തിരിച്ചുള്ള ഒരു സംഭവം നമുക്ക് നോക്കാനുണ്ട്. അതായത് ഓൾജിബ്രായിക് എക്സ്റ്റൻഷൻ ആണെങ്കിൽ ഒരു ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആവണമെങ്കിൽ എന്തായിരിക്കും ആ കണ്ടീഷൻസ്. അപ്പോൾ അത് നമുക്ക് നോക്കണം. ഓക്കെ, അത് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാം ബേസിക്കലി ഇന്ന്. പക്ഷേ അതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ഈ ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് ചെയ്യാം, എന്നിട്ട് നമുക്ക് ആ കോൺസെപ്റ്റിലേക്ക് പോകാം. കാരണം ഇതൊന്ന് അറിഞ്ഞിരിക്കാന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ക്യൂ ഓഫ്, നിങ്ങൾക്കറിയാം ഈ √2 + √3 എന്ന എലിമെൻറ്റ് ക്യൂവിലില്ല, isn't it? So this √2 + √3 does not belongs to Q. So we are taking alpha, which is in fact not in Q. It is in some extension field of Q. Then we can define Q of √2 + √3 അല്ലേ. Q of alpha നമ്മൾ ഡിഫൈൻ ചെയ്യാറുണ്ട്. അപ്പം Q of √2 + √3 over Q എന്ന് പറഞ്ഞാൽ ഈ എക്സ്റ്റൻഷൻ, അതായത് Q of √2 + √3 over Q എന്ന് പറയുമ്പം ആസ് എ വെക്റ്റർ സ്പേസ് ദിസ് ഓവർ ദിസ് എന്താണ് അതിൻ്റെ ഡയമെൻഷൻ എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പം അതെങ്ങനെ നമുക്ക് പറയാൻ പറ്റുക? അത് നമുക്ക് ഓൾറെഡി അറിയാം, നമ്മളത് പണ്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു നമ്മളത് ചെയ്യാം? അതെ, നമ്മൾ ചെയ്ത കുറച്ച് റിസൾട്ടുകൾ അല്ലെങ്കിൽ നമ്മൾ കണ്ട കുറച്ച് റിസൾട്ട് കൂട്ടി വായിച്ച് നമുക്കത് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ ഇത്രേ ചെയ്യേണ്ടതുള്ളൂ, ഈ പെർട്ടിക്കുലർ ആൽഫേൻ്റെ ആൽഫ റൂട്ടായിട്ട് വരുന്ന ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ നിങ്ങൾ ക്യൂവിൽ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം അതായിരിക്കും അതിൽ മിനിമം ഓഫ് ഡിഗ്രി ഉള്ള കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായിരിക്കും നിങ്ങളെ എന്താ പറയുക ഡിഗ്രി ഓഫ് √2 + √3 ക്യൂ വരിക. ഓക്കെ, അതായിരിക്കും ഈ ഡയമെൻഷൻ വരിക. ഓക്കെ, അതങ്ങനെ നമ്മൾ കണ്ടത്. അപ്പം ഇതെങ്ങനെ ചെയ്യേണ്ടത് വെച്ചാൽ എക്സ് യു ക്യാൻ ടേക്ക് ലൈക്ക് x = √2 + √3. ഓക്കെ, എന്നിട്ട് ഇതിനെങ്ങനെ മാറ്റി എഴുതാം? ഇത് നമുക്ക് വേണമെങ്കിൽ x - √2 = √3 എന്ന് എഴുതാം. ഇത് രണ്ട് ഭാഗത്തും സ്ക്വയർ ചെയ്യുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ക്യൂ ഓഫ് എക്സ് ഒരു പോളിനോമിയൽ കിട്ടണം. ക്യൂ ഓഫ് എക്സിൽ ഒരു പോളിനോമിയൽ കിട്ടണം. അപ്പോൾ ക്യൂ ഓഫ് എക്സിലെ പോളിനോമിയൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ കോഎഫിഷ്യൻസ് എന്താണ്? റാഷണൽ നമ്പേഴ്സ് ആയിരിക്കണമല്ലോ. പക്ഷേ ഇവിടെ നമുക്ക് ഇറേഷണൽ നമ്പേഴ്സ് വരുന്നുണ്ട്. അപ്പം നമുക്ക് ആവശ്യമുള്ള പോളിനോമിയൽ എന്തായാലും ഇപ്പോൾ f of x = f of x - √2 - √3 ഒന്നല്ല. അപ്പോൾ നമുക്കതൊന്ന് സ്ക്വയർ ചെയ്ത് നോക്കാം. അപ്പോൾ എന്താ വരിക? x - √2 ഹോൾ സ്ക്വയർ = √3² എന്ന് വരും. അതിലെന്താ കിട്ടുക? x² - 2 √2x + 2 = 3 എന്ന് കിട്ടും അല്ലേ. അപ്പം ഇവിടെ നമുക്ക് ആവശ്യമുള്ള f of x അല്ല. കാരണം എന്താ വെച്ചാൽ, അതായത് സപ്പോസ് നിങ്ങൾ എൻ്റെ പോളിനോമിയൽ അല്ല എൻ്റെ പോളിനോമിയൽ ഇങ്ങനെ എടുക്കാം. x² - 2 √2x + 2 - 3 വരുമ്പോൾ 1 ഇതല്ല പോളിനോമിയൽ. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഈ എൻട്രി ശരിക്കും ക്യൂവിലില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചോദിച്ചാൽ നമ്മൾ ഇതിനൊന്നും കൂടി സ്ക്വയർ ചെയ്യും. അപ്പോൾ ഇതിന് സ്ക്വയർ ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ജസ്റ്റ് എന്താ ചെയ്യുക, ഈ √2 ടേം ഞാൻ വലത്ത് ഭാഗത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? x², ഇത് 2 - 3 ആകുമ്പം 3നെ ഞാൻ LHSലേക്ക് കൊണ്ടുവരുമ്പോൾ 2 - 3 -1 ആവും അല്ലേ. അപ്പോൾ x² - 1 = 2 √2x എന്ന് മാറ്റി എഴുതാൻ പറ്റും. ഇനി ഈ √2 എനിക്ക് കളയണം. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും സ്ക്വയർ ചെയ്യാണ്. അപ്പോൾ എന്ത് കിട്ടും? x² - 1 ഹോൾ സ്ക്വയർ = 4 × 2 × x² എന്ന് വരും. അതായത് ഇത് നമ്മൾ x⁴ - 2x² + 1 = 8x² എന്ന് വരും. അല്ലെങ്കിൽ x⁴ - 10x² + 1 = 0 എന്ന് വരും. അതായത് നമ്മളെ √2 + √3 എന്ന് പറഞ്ഞ ആ ഒരു പെർട്ടിക്കുലർ ആൽഫ അല്ലെങ്കിൽ എക്സ് ആൽഫ ഈ പോളിനോമിയലിൻ്റെ റൂട്ടാണ്. അപ്പോൾ നമുക്ക് കിട്ടുക എന്താ വെച്ചാൽ, ഈ കേസിൽ നമുക്ക് ആവശ്യമുള്ള ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഈ പോളിനോമിയലാണ്. ഇതിൻ്റെ ഡിഗ്രി 4 ആണ്. ഓക്കെ, ഇതിൻ്റെ ഡിഗ്രി 4 ആയതിനെ കൊണ്ട് നമുക്ക് എന്ത് പറയാം? നമുക്കുള്ള ഇതിൻ്റെ ആൻസർ 4 ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ വി ഫൈൻഡ് ഇറ്റ്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാം. ഓക്കെ,
അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് വേണ്ട റിസൾട്ട് ശരിക്കും നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റിസൾട്ട് വേറെ റിസൾട്ടാണ്. ഓൾറെഡി നമ്മൾ ചെയ്തൊരു കാര്യം, നമ്മൾ ചെയ്ത റിസൾട്ട് എന്ന് വെച്ചാൽ എനിക്കിന്ന് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ചെയ്ത റിസൾട്ടാണ്. അത് ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ, ഓക്കെ, ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഫീൽഡ് ഇ ഓഫ് എ ഫീൽഡ് എഫ്. അതായത് എഫിൻ്റെ ഒരു ഫൈനൈറ്റ് എക്സ്റ്റൻഷനാണ് ഫീൽഡ് ഇ എങ്കിൽ നമുക്ക് എന്താ കിട്ടിയിട്ടുണ്ടായിരുന്നത്? A finite extension field E of F is actually an algebraic extension of F. It's an algebraic extension of F എന്ന് പറയാൻ പറ്റും. ഓക്കെ, അതായത് ഈ ഒരു ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഫീൽഡ് ആണ് എഫിൻ്റെ എങ്കിൽ അതൊരു ഓൾജിബ്രായിക് എക്സ്റ്റൻഷൻ ഫീൽഡും കൂടി ആയിരിക്കും. ഇനി തിരിച്ചുള്ള കാര്യം നമുക്ക് നോക്കണം. ഓക്കെ, അപ്പോൾ അതിനൊരു ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ഉണ്ട്, ഒരു റിസൾട്ട് ഉണ്ട്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഐ ജസ്റ്റ് റൈറ്റ് ദ റിസൾട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ റിസൾട്ട് ഇതാണ്, അതായത് ലെറ്റ് ഇ ബി എൻ ഓൾജിബ്രായിക് എക്സ്റ്റൻഷൻ ഓഫ് എ ഫീൽഡ് എഫ്. അതായത് എഫിൻ്റെ ഓൾജിബ്രായിക് എക്സ്റ്റൻഷൻ ആണ് ഇ. ദെൻ ദർ എക്സിസ്റ്റ് എ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലിമെൻറ്റ്സ് alpha 1, alpha 2, etc. alpha n in E such that E will be equal to f of alpha 1, alpha 2, etc. alpha n. If and only if E is actually a finite extension of F. If and only if E is actually a finite extension of F. നമുക്ക് രണ്ട് രീതിയിലും പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം let us prove that this condition is actually a necessary condition. Okay, so we'll see the proof നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് അപ്പോൾ നമുക്ക് ആദ്യം എങ്ങനെ പ്രൂഫ് ചെയ്യാം? നമുക്ക് ആദ്യം അസ്യൂം ചെയ്യാം. വിൽ അസ്യൂം ദാറ്റ് E is actually an algebraic extension of a field F. Okay, so E is actually an algebraic extension of field F എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. Okay, of field F. Let us assume like this. നമുക്ക് കാണിക്കേണ്ടത് എന്താ വെച്ചാൽ, അല്ല കഴിഞ്ഞിട്ടില്ല, അസംഷൻ കഴിഞ്ഞിട്ടില്ല. And suppose there exists finite number of elements alpha 1, alpha 2, etc. alpha n in E such that E is equal to f of alpha 1, alpha 2, etc. alpha n. ഇങ്ങനെ എടുക്കാം. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കാണിക്കേണ്ടത് എന്താ വെച്ചാൽ, ഈ നമ്മൾ എഴുതിയിരിക്കുന്ന E ഒരു ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് എഫ് ആണെന്ന് കാണിക്കണം. ഇറ്റ് ഈസ് ആക്ച്വലി എ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് എഫ് എന്ന് കാണിക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ കയ്യിലുള്ളൊരു ഐഡിയ എന്ന് വെച്ചാൽ E is an algebraic extension of field F എന്ന് പറയുന്നുണ്ട്. അതായത് അങ്ങനെയെങ്കിൽ ഇപ്പം ഈ എടുത്തിരിക്കുന്ന നമ്മളെടുത്ത ഈ algebraic extension of field F ആണെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള ഓരോ എലിമെൻറ്റും algebraic over F ആയിരിക്കും. അതാണ് ഡെഫിനിഷൻ അല്ലേ? ഡെഫിനിഷൻ എന്താ പറയുന്നത്? അതായത് an extension field E of a field F is algebraic extension of E of F if and only if every element in E is actually an algebraic element over F. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം, സ്പെസിഫിക്കലി പറയാം, each alpha I is algebraic over each alpha I is actually algebraic over F എന്ന് പറയാം. ഓരോ ആൽഫയും algebraic over എഫ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് കാണിക്കേണ്ടത് ശരിക്കും ഇത് ഈ ഒരു ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് എഫ് ആണെന്ന് കാണിക്കണം. അതായത് നമ്മൾ കാണിക്കേണ്ട ഡിഗ്രി ഓഫ് ഇ ഓവർ എഫ്, അതായത് ഇ ആസ് എ വെക്ടർ സ്പേസ് ഓവർ ദിസ് ഫീൽഡ് എഫ് ഇതിൻ്റെ ഡിഗ്രി ഒരു ഫൈനൈറ്റ് നമ്പറാണ് നമ്മൾ കാണിച്ചാൽ മതി. ഈക്വൽ ടു സം നമ്പർ വിച്ച് ഇസ് ഫൈനൈറ്റ് എന്ന് കാണിച്ചാൽ ശരിക്കും നമ്മളെ വർക്കായി. അപ്പോൾ അത് ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് എഫ് ആയി മാറും. അപ്പോൾ നമുക്ക് ഒരു കാര്യം അറിയാം, നമ്മൾ എഫ് എന്നൊരു ഫീൽഡ് എടുക്കുകയാണ്. ഓക്കെ, എഫ് ഓഫ് ആൽഫ 1 എന്ന് പറയുന്നത് ശരിക്കും ഇപ്പോൾ ആൽഫ 1 ഓൾജിബ്രായിക് ഓവർ എഫ് ആണ്. ഇതുണ്ട്, ആൽഫ 1 ഓൾജിബ്രായിക് ഓവർ എഫ് ആണ്. നമുക്കറിയാം ഇപ്പോൾ തന്നിട്ടുണ്ട് ഈച്ച് ഓഫ് ദ ആൽഫ ഈസ് ഓൾജിബ്രായിക് ഓവർ എഫ്. സോ ഇഫ് ആൽഫ ഈസ് ഓൾജിബ്രായിക് ഓവർ എഫ് നമുക്ക് എന്ത് പറയാം? വി ഹാവ് ദിസ്, അതായത് എഫ് ഈസ് ആക്ച്വലി contained in f of alpha 1.
ഓക്കെ. ഇനി ഇതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഫീൽഡാണ് ഏത്? എഫ് ഓഫ് ആൽഫ 1 കമ ആൽഫ 2 അല്ലേ? എഫ് ഓഫ് ആൽഫ 1 കമ ആൽഫ 2 പറഞ്ഞാൽ ശരിക്കും എന്താണ്? ആൽഫ 2നെയും എഫ് ഓഫ് ആൽഫ 1നെയും കണ്ടെയ്ൻ ചെയ്യുന്ന എഫിൻ്റെ സ്മോളസ്റ്റ് സബ് ഫീൽഡ് എന്ന് പറയും, എക്സ്റ്റൻഷൻ ഫീൽഡ് എന്ന് പറയും അല്ലേ? ഇതെങ്ങനെ നമ്മൾ പറഞ്ഞത്? അത് ആൽഫ 1നെയും എഫിനെയും കണ്ടെയ്ൻ ചെയ്യുന്ന എഫിൻ്റെ സ്മോളസ്റ്റ് എക്സ്റ്റൻഷൻ ഫീൽഡാണ് എഫ് ഓഫ് ആൽഫ 1. ഇത് ശരിക്കും എന്തായിരുന്നു? ഇപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ നമ്മൾ എങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു? എഫ് ഓഫ് ആൽഫ 1 ഓഫ് ആൽഫ 2, അതായത് ആൽഫ 2നെയും എഫ് ഓഫ് ഇത് ഓൾറെഡി എന്താണ്? എഫിൻ്റെ എക്സ്റ്റൻഷൻ ഫീൽഡാണ്. അപ്പോൾ ആൽഫ 2നെയും എഫ് ഓഫ് ആൽഫ 2നെയും കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് എക്സ്റ്റൻഷൻ ഫീൽഡ് ഓഫ് എഫ് ആണ് ഈ ഫീൽഡ്. അല്ലെങ്കിൽ നമുക്ക് ഇതിന് ഇങ്ങനെ എഴുതാം, ഇങ്ങനെയും പറയാം, ആൽഫ 1നെയും ആൽഫ 2നെയും കണ്ടെയ്ൻ ചെയ്യുന്ന എഫിൻ്റെ സ്മോളസ്റ്റ് എക്സ്റ്റൻഷൻ ഫീൽഡാണ് എഫ് ഓഫ് ആൽഫ 1 ആൽഫ 2. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് പറയാം? ഇൻ ദ എൻഡ് വി ക്യാൻ റൈറ്റ് സംതിങ് ലൈക്ക് എഫ് ഓഫ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ n വിച്ച് ഇസ് ഈക്വൽ ടു ഇ. അതെന്താണ്? അത് ഇ ആണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇനി നമുക്ക് കാണിക്കേണ്ട ശരിക്ക് എന്താണ്? ഇ ഓവർ എഫ് ഡിഗ്രി ഈസ് ഫൈനൈറ്റ് എന്ന് കാണിച്ചാൽ മതി. അപ്പം ഇ ഓവർ എഫ് ഡിഗ്രി ഓഫ് ഇ ആസ് എ വെക്ടർ സ്പേസ് ഓവർ എഫ്, ഡിഗ്രി ഓഫ് ഇ ആസ് എ വെക്ടർ സ്പേസ് ഓവർ എഫ് അല്ല, ഇ ഓവർ എഫ് ഒരു വെക്ടർ സ്പേസ് ആണെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻ അല്ലെങ്കിൽ ഈ എക്സ്റ്റൻഷൻ്റെ ഡിഗ്രി എന്ന് പറയും, ഈ എക്സ്റ്റൻഷൻ്റെ ഡിഗ്രി എന്ന് പറയും. അപ്പോൾ അതൊരു ഫൈനൈറ്റ് നമ്പറാണ് കാണിക്കണം. പക്ഷെ നമ്മളെ കയ്യിലൊരു റിസൾട്ട് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൂവ് ചെയ്ത ഒരു റിസൾട്ട് ഉണ്ടായിരുന്നു. അതിനൊരു കൊറോളറി നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇങ്ങനെയായിരുന്നു. ഇതായിരുന്നു ആ കൊറോളറി. അത് if fi is a field for I equal 1 to etc r and fi plus 1 is a finite extension of fi and fr is a finite extension of, then fr is a finite extension of f1 and the degree of fr over f1 is actually equal to degree of fr over fr minus 1 into degree of fr minus 1 over fr minus 2 etc degree of f2 over f1. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മളെന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നമ്മളെ F1 ആണ് ഇത്, നമ്മളെ F2 ഇതാണ്, എക്സെട്ര നമ്മളെ FR ഇതാണ്. ഓക്കെ, FR ഇതാണ്. ഈ റിസൾട്ടിലുള്ള വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള റിസൾട്ട് കിട്ടും. അതെന്തുകൊണ്ടാണ്? ഇവിടെ നമ്മൾ നോക്കുമ്പം ഇപ്പം നേരത്തെ പറഞ്ഞു എഫ് ആൽഫ 1 ഓവർ എഫ് എന്ന് പറഞ്ഞാൽ എഫ് ആൽഫ 1 ഓവർ, ഒരു മിനിറ്റ്, ഇപ്പോൾ നിങ്ങൾ എഫ് ആൽഫ 1 ഓവർ എഫ് ഇതിൻ്റെ ഈ ഒരു ഇതിൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ സം ഫൈനൈറ്റ് നമ്പർ ആയിരിക്കും. അതായത് ആൽഫ 1 ഈസ് ആൾജിബ്രായിക് ഓവർ എഫ് ആയതിനെ കൊണ്ട് നമുക്ക് ഒബ്വിയസ്ലി ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ കിട്ടും ഫോർ വിച്ച് ആൽഫ 1 ഈസ് എ റൂട്ട്. ആ ഇറഡ്യൂസിബിൾ പോളിനോമിയലിൻ്റെ ഡിഗ്രി എടുക്കുക, അതായിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്ന വാല്യൂ. സപ്പോസ് ഇറ്റ് ഈസ് സം t1. ഓക്കെ, ഇനി നിങ്ങൾ സപ്പോസ് യു കൺസിഡർ എഫ് ആൽഫ 1 ആൽഫ 2 ഓവർ എഫ് ഓഫ് സേ ആൽഫ 1, ഇത് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ അതെ, എഫ് ഓഫ് ആൽഫ 1 ആൽഫ 2 ഓവർ എഫ് ഓഫ് ആൽഫ 1. ഇവിടെ നിങ്ങളിത് കൺസിഡർ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനെങ്ങനെ നിങ്ങൾ കാണണം? ഇത് നിങ്ങൾക്ക് ഇങ്ങനെ കാണാം, എഫ് ഓഫ്, അപ്പോൾ ഇവിടെ ഇങ്ങനെ കാണാം. ഓക്കെ, അത് എഫ് ഓഫ് ആൽഫ 1 ഓവർ ആൽഫ 2, സോറി, എഫ് ഓഫ് ആൽഫ 1 കമ ആൽഫ 2 ഓവർ എഫ് ഓഫ് ആൽഫ 1 എഫ് ഓഫ് ആൽഫ 1 ഓവർ എഫ് ഓഫ് ആൽഫ 1 ഓവർ ആൽഫ 2 എന്ന് കാണാം. അതൊരു എഫ് ഓഫ് ആൽഫ ഫോം. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം ആൽഫ 2 ഈസ് നോട്ട് ഇൻ ദിസ് ഫീൽഡ്. ഇവിടെ പറഞ്ഞത് ഇവിടെ ആൽഫ 1 നമ്മൾ എഫിലില്ല, ആ രീതിയിൽ. അല്ലെങ്കിൽ എഫ് ഓഫ് ആൽഫ 1 ഓവർ എഫ് നമുക്ക് ഒരു ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അതേപോലെ ഇവിടെ ആൽഫ 2 ഈസ് നോട്ട് ഇൻ എഫ് ഓഫ് ആൽഫ 1. അങ്ങനെയെങ്കിൽ ഒബ്വിയസ്ലി ഇത് എന്ന് പറയുന്ന വേറെ ഒന്നുമല്ല, ഇത് എന്താണ്? സ്മോളസ്റ്റ് സബ് ഫീൽഡ് കണ്ടെയ്നിങ്
സ്മോളസ്റ്റ് എക്സ്റ്റൻഷൻ ഫീൽഡ് ഓഫ് എഫ് കണ്ടെയ്നിങ് ബോത്ത് ആൽഫ 1 ആൻഡ് ആൽഫ 2 ആണ് അല്ലേ. ആൽഫ 1നെയും ആൽഫ 2നെയും കണ്ടെയ്ൻ ചെയ്യുന്ന എഫിൻ്റെ സ്മോളസ്റ്റ് എക്സ്റ്റൻഷൻ ഫീൽഡാണ് എഫ് ഓഫ് ആൽഫ 1 ആൽഫ 2. അപ്പോൾ ഇവിടുന്ന് നിങ്ങൾക്ക് ഈ ഒരു വെച്ച് കമ്പയർ ചെയ്ത് നമുക്ക് എങ്ങനെ നമ്മളടുത്ത് പറഞ്ഞിരുന്നത് ആൽഫ 1 റൂട്ടായിട്ടുള്ള ഒരു പോളിനോമിയൽ നിങ്ങൾക്ക് എഫ് ഓഫ് എക്സ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡിഗ്രിയാണ് T1 നമ്മൾ എടുക്കുന്നത്. അതേപോലെ ഇവിടെ ആൽഫ 2 0 ആയിട്ടുള്ള ഒരു പോളിനോമിയൽ നിങ്ങൾക്ക് ഈ ഫീൽഡിൻ്റെ റിംഗ് ഓഫ് പോളിനോമിയൽസ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, അതിൻ്റെ ഡിഗ്രിയാണ് ഇതിൻ്റെ ഡയമെൻഷനായിട്ട് വരിക. അതായത് ദിസ് ഓവർ ദിസ് ഡയമെൻഷനായിട്ട് വരും. സോ അതൊരു പോളിനോമിയലാണ്. അപ്പോൾ അതിനൊരു ഡിഗ്രി ഉണ്ടാവും. ഓക്കെ, അതായത് ആൽഫ 2 റൂട്ടായിട്ട് വരുന്ന പോളിനോമിയൽ ഉണ്ടല്ലോ, അപ്പം അതിൻ്റെ ഡിഗ്രി സേ T2 എന്ന് എടുക്കുക. അപ്പോൾ ഇറ്റ്സ് ആക്ച്വലി നമുക്കിവിടെ കിട്ടും അതിൻ്റെ എക്സ്റ്റൻഷൻ, പിന്നെ അതിൻ്റെ ഡിഗ്രി നമുക്ക് കിട്ടും T2 ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അതൊരു പോളിനോമിയൽ ആയിക്കൊണ്ട് അതിനൊരു ഡിഗ്രി ഉണ്ടാവും. അപ്പം ആ ഡിഗ്രി നമുക്ക് T2 ആയിട്ട് എടുക്കാം. ഓക്കെ, സോ ഇറ്റ്സ് സം ഫൈനൈറ്റ് നമ്പർ. അപ്പം അതേ രീതിയിൽ നമ്മൾ ഫർദർ മുമ്പോട്ട് പോവാണ് എങ്കിൽ സേ എഫ് ഓഫ് ആൽഫ 1 ആൽഫ 2 ആൽഫ 3 ഓവർ എഫ് ഓഫ് ആൽഫ 1 ആൽഫ 2. ഇതേ രീതിയിൽ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഇത് നമുക്കൊരു T3 ആയിരിക്കും, ഇതൊരു ഫൈനൈറ്റ് നമ്പർ ആയിരിക്കും T3. ഓക്കെ, ഇൻ ദാറ്റ് ഫാഷൻ വി ക്യാൻ ഗോ ഓൺ ബിൽഡിങ്. അങ്ങനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെ ഈ ഒരു റിസൾട്ട് ഉപയോഗിച്ചിട്ട്, നമ്മുടെ കയ്യിലുള്ള ഈ ഒരു കൊറോളറി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ഡയമെൻഷൻ എങ്ങനെ പറയാം, എഫ് ആർ ഓവർ എഫ് ആർ മൈനസ് 1. എഫ് ആർ എന്ന് പറയുമ്പം എഫ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ 1 ഓവർ എഫ് ആർ മൈനസ് 1 എന്ന് പറയുമ്പം ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ എൻ മൈനസ് 1 ഇതിൻ്റെ ഡിഗ്രി ഇൻറ്റു എഫ് ആർ മൈനസ് 1 എഫ് ആർ മൈനസ് 2 ആ എൻട്രി ഇവിടെ വരും, എക്സെട്ര ലാസ്റ്റ് എൻട്രി വരിക എഫ് 2 ഓവർ എഫ് 1, അതായത് എഫ് ഓഫ് ആൽഫ 1 ഓവർ എഫ് ലാസ്റ്റ് വരും. അതിന് തൊട്ട് മുമ്പ് എന്താ വരിക, എഫ് ഓഫ് ആൽഫ 1 ആൽഫ 2 ഓവർ എഫ് ഓഫ് ആൽഫ 1 വരും. ഓക്കെ, എക്സെട്ര. അപ്പം ഇതെല്ലാം ഒരു ഫൈനൈറ്റ് നമ്പറാണ്, ഫൈനൈറ്റ് നമ്പേഴ്സാണ്. അപ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റും ഒരു ഫൈനൈറ്റ് നമ്പർ ആയിരിക്കും ഇവിടെ വരിക. കാരണം നമ്മളെ കയ്യിൽ ഈ n എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഫൈനൈറ്റ് നമ്പറാണെന്ന് പറയുന്നുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന ഈ ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ n, അതായത് ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് എലിമെൻറ്റ്സേ നിങ്ങളെ കയ്യിലുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ബേസിക്കലി ഒരു ഫൈനൈറ്റ് നമ്പർ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇ ഓവർ എഫ് ഈസ് ആക്ച്വലി ഇതിൻ്റെ ഡിഗ്രി ഈക്വൽ ടു സം ഫൈനൈറ്റ് നമ്പർ കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ദിസ് ഇസ് ആക്ച്വലി എൻ സിമ്പിൾ this is actually an finite extension. F E is actually a finite extension of F എന്ന് പറയാം. ഓക്കെ, ഈ ഒരു പ്രോസസ് ഓഫ് ബിൽഡിംഗ് അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് നമ്മൾ ആക്ച്വലി ടവർ ഓഫ് ഫീൽഡ്സ് എന്നും പറയാറുണ്ട്. ഓക്കെ, എഫ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ എഫ് ഓഫ് ആൽഫ 1 വിച്ച് ഇസ് കണ്ടെയ്ൻഡ് ഇൻ എഫ് ഓഫ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര. ഒരു ടവർ പോലെ, അതായത് താഴെ ഉണ്ടാവും, അതിൻ്റെ മുകളിലത്തെ ലെവൽ ഇത്, അതിൻ്റെ മുകളിലത്തെ ലെവൽ ഇത്, ആ രീതിയിൽ. ഓക്കെ, അങ്ങനെയും പറയാറുണ്ട്, ചില ബുക്സിലൊക്കെ അങ്ങനെയും കാണാം. ഓക്കെ, സോ അങ്ങനെയാണ് ഈ റിസൾട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്തു. നമുക്ക് ഇതിൻ്റെ സഫിഷ്യൻസി പ്രൂവ് ചെയ്യാനുണ്ട്. അപ്പോൾ നെസസറി പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കാണിക്കേണ്ടത് സഫിഷ്യൻ്റ് ആണെന്ന് കാണിക്കണം. അപ്പോൾ അതാണ് നമുക്ക് അടുത്ത പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ സഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും, ഈ ഒരു ഓൾജിബ്രൈക്ക് എക്സ്റ്റൻഷൻ അപ്പോൾ ഫീൽഡ് എഫ് ആണ്, ഈ ഒരു ഫൈനൈറ്റ് എക്സ്റ്റൻഷനും ആണെങ്കിൽ there exists, നമുക്ക് കാണിക്കേണ്ട there exists finite number of elements alpha 1 alpha 2 etc alpha n in E such that E is equal to f of alpha 1 alpha 2 etc alpha n എന്ന് കാണിക്കണം. So let us see that proof. Second part, അതായത് നമ്മൾ സഫിഷ്യൻ്റ് ആണ് പ്രൂവ് ചെയ്യാൻ പോകും. അതായത് E is actually an algebraic extension of F നമ്മളെ കയ്യിലുണ്ട്, and it is also E is also an finite extension of F. ഓക്കെ, ഇത്രയും നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്
ശരിക്കും there exists finite numbers alpha 1, alpha 2, etc. alpha n such that E will be actually equal to f of alpha 1, alpha 2, etc. alpha n രീതിയിൽ ആണെന്ന് കാണിക്കണം. അത് നമുക്ക് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ സപ്പോസ് ഇ ഓവർ എഫിൻ്റെ ഡിഗ്രി 1 ആണെന്ന് വിചാരിക്കുക. അത് ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഇ ഓവർ എഫ് ഒരു വെക്റ്റർ സ്പേസ് ആയിരിക്കും വിത്ത് ഡിഗ്രി സം ഫൈനൈറ്റ് നമ്പർ. ആ ഡിഗ്രി ഞാൻ 1 ആണ് എടുക്കുകയാണ്. അപ്പം ഡിഗ്രി 1 ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? അതായത് ഒരു വെക്റ്റർ സ്പേസ് ഓവർ ദറ്റ് സെയിം വെക്റ്റർ സ്പേസ് ഓവർ എ ഫീൽഡ് ഇറ്റ്സ് ഡയമെൻഷൻ ഈസ് 1 എന്ന് പറഞ്ഞാൽ ശരിക്കും ഇത് രണ്ടും ഫീൽഡ് ആയതുകൊണ്ട് ഫീൽഡ്സും കൂടിയാണ്. അതുകൊണ്ട് ഇത് ശരിക്കും വേറെ ഒന്നുമല്ല, ഇയും എഫും ഒന്ന് തന്നെ ആയിരിക്കും. നിങ്ങൾക്കറിയാം, നിങ്ങൾ പണ്ട് ചെയ്തിട്ടുണ്ടാവും. ഇപ്പം ആർ ഓവർ ആർ, സി ഓവർ സി, ക്യൂ ഓവർ ക്യൂ, ഇതെല്ലാം വെക്റ്റർ സ്പേസസ് ആണ് വിത്ത് ഡയമെൻഷൻ 1 അല്ലേ? ഇതിൻ്റെ ബേസിസിലൊക്കെ ഒരു എലിമെൻറ്റിൽ ഉണ്ടാവുക. സോ ഇ ഓവർ എഫ് ഈക്വൽ ടു ഡിഗ്രി ഓഫ് ഇ ഓവർ എഫ് ഈക്വൽ ടു 1 ആണെങ്കിൽ ഇ ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു എഫ്. വേണമെങ്കിൽ നമുക്ക് ഇ ഈസ് ആക്ച്വലി എഫ് ഓഫ് 1 എന്ന് വേണമെങ്കിലും പറയാം. ഇറ്റ് ഈസ് ഈക്വൽ ടു എഫ്. ഓക്കെ, ഇനി അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ റിസൾട്ട് ഓക്കെ. അതിപ്പോൾ ഇപ്പോൾ എക്സ്റ്റൻഷൻ ഫീൽഡ് ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആണെന്ന് മാത്രമല്ലേ പറയുന്നുള്ളൂ. അപ്പം നമുക്കൊരു ഫൈനൈറ്റ് നമ്പർ ഓഫ് എലിമെൻറ്റ്സ് കിട്ടണം ഫോർ വിച്ച് ഇ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ദാറ്റ് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലിമെൻറ്റ്സ്, എഫ് ഓഫ് ആൽഫ 1, ആൽഫ 2, etc. ആൽഫ n. അപ്പോൾ ആ നമ്പർ ഇപ്പോൾ 1 ആണ്, ഒരു എലിമെൻ്റ് ആണെങ്കിൽ. അതായത് ഇപ്പോൾ നിങ്ങൾ എക്സ്റ്റൻഷൻ ഡിഗ്രി 1 ആണെങ്കിൽ നമുക്കത് കിട്ടി, നമുക്കൊരു ആൽഫ 1 കിട്ടി, ഒരു 1 കിട്ടി, ഫോർ വിച്ച് ഇ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ആൽഫ 1. നമുക്ക് കാണിക്കേണ്ടത് ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ആൽഫ 1, ആൽഫ 2, etc. ആൽഫ n. നമുക്ക് എന്ത് കാണിക്കണം? ഇ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ആൽഫ 1, ആൽഫ 2, etc. ആൽഫ n കാണിക്കേണ്ടത്. അപ്പോൾ ഈ ഡിഗ്രി 1 ആണെങ്കിൽ നമുക്ക് ഒരു എലിമെൻറ്റ് കാണിച്ചാൽ മതി, അതാണ് ഈ എലിമെൻറ്റ് 1. അപ്പോൾ ആൽഫ 1 എന്ന് പറഞ്ഞാൽ 1 കിട്ടി, ഫോർ വിച്ച് ഇ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ആൽഫ 1. അപ്പോൾ ദാറ്റ് ഈസ് ദെൻ അവർ പ്രൂഫ് ഈസ് ഡൺ. But this happens when E is equal to F, right? So suppose if E is not equal to F, so E F അല്ലാന്ന് വിചാരിക്കും. ഓക്കെ, E F അല്ലാന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ നമുക്കൊരു ആൽഫ 1 E എന്ന് എടുക്കാം, ഒരു എലിമെൻറ്റ് നമുക്ക് E എന്ന് എടുക്കാം വിച്ച് ഇസ് നോട്ട് ഇൻ F. ഓക്കെ, ആൽഫ 1 E എന്ന് എടുക്കാം, എഫിലില്ലാത്തൊരു ആൽഫ 1 എടുക്കാം. അങ്ങനെയെങ്കിൽ എഫ് ഓഫ് ആൽഫ 1 ഓവർ എഫ് എന്ന് പറഞ്ഞ ഇതിൻ്റെ ഡിഗ്രി എന്തായാലും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും അല്ലേ? അതായത് ആൽഫ 1 നമ്മൾ ഇ എന്ന് എടുക്കുകയാണ് വിച്ച് ഇസ് നോട്ട് ഇൻ എഫ്. ഓക്കെ, വിച്ച് ഇസ് നോട്ട് ഇൻ എഫ് ആൻഡ് ഇ ഈസ് എൻ ആൾജിബ്രായിക് എക്സ്റ്റൻഷൻ ഓഫ് എഫ്. അതുകൊണ്ട് ഇയിലുള്ള എല്ലാ എലിമെൻസും ആൾജിബ്രായിക് ഓവർ എഫ് ആയിരിക്കും അല്ലേ? നമുക്ക് ഈ റിസൾട്ട് നമ്മുടെ കയ്യിലുണ്ടല്ലോ, ഇ ഈസ് എൻ ആൾജിബ്രായിക് എക്സ്റ്റൻഷൻ ഓഫ് എഫ് എന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ മീനിങ് ഇയിലുള്ള ഓരോ എലിമെൻസും ആൾജിബ്രായിക് ഓവർ എഫ് ആയിരിക്കും. അപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ഇതൊക്കെ ഡിഫൈൻ ചെയ്യാൻ പറ്റും അല്ലേ? എഫ് ഓഫ് ആൽഫ 1 കണ്ടുപിടിക്കാം, ആൻഡ് എഫ് ഓഫ് ആൽഫ 1 ഓവർ എഫ് ആ വെക്റ്റർ സ്പേസിൻ്റെ ഡയമെൻഷൻ പറയാം, എല്ലാം പറയാം. അപ്പം ഇതൊരു എഫ് ഓഫ് ആൽഫ 1 ഓവർ എഫ് ഒരു വെക്റ്റർ സ്പേസ് ആയിരിക്കും. ആൽഫ 1 ആൾജിബ്രായിക് ഓവർ എഫ് അതിനെ കൊണ്ട് എഫ് ഓഫ് ആൽഫ 1 ഓവർ എഫ് ഒരു വെക്റ്റർ സ്പേസ് ആയിരിക്കും, അതിൻ്റെ ഡയമെൻഷൻ ആയിരിക്കും, അതിൻ്റെ ഡിഗ്രി വരിക, അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ എഫ് ഓഫ് ആൽഫ 1 ഓവർ എഫ് ഗ്രേറ്റർ ദാൻ 1 ആണ് ആയിരിക്കും അല്ലേ? അങ്ങനെയെങ്കിൽ ഇനി ഈ സ്റ്റേജിൽ അഥവാ ഇഫ് എഫ് ഓഫ് ആൽഫ 1 എന്ന് പറഞ്ഞ സാധനം നമ്മളെ ഇ തന്നെയാണെന്ന് വിചാരിക്കാം. ഓക്കെ, എഫ് ഓഫ് ആൽഫ 1 എന്ന് പറഞ്ഞ സാധനം നമ്മളെ ഇ ആണെങ്കിൽ നമ്മളെ പ്രൂഫ് കഴിഞ്ഞു. വി ഹാവ് ഡൺ അവർ പ്രൂഫ്. വി ഹാവ് ഫൗണ്ട് ആക്ച്വലി an element, finite number of element for which we have found a finite number of elements for which E is equal to f of alpha 1, f of alpha I, isn't it? So അങ്ങനെ നമുക്ക് ഈ ഒരു കണ്ടീഷൻ മെറ്റ് ചെയ്തു നമ്മൾ. അപ്പോൾ നമ്മളെ പ്രൂഫ് അവിടെ കഴിഞ്ഞു. ഇനി അഥവാ E is not equal to f of alpha 1, സപ്പോസ്. ഓക്കെ, അതായത് E എന്ന സാധനം f of alpha 1 അല്ല എന്ന് വിചാരിക്കാം. അതായത് ഇത് നമ്മൾ ജസ്റ്റ് ഇതുപോലെ ബിൽഡ് ചെയ്ത് പോവുകയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അപ്പോൾ
നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് ആൽഫ 1 ആണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു ആൽഫ 2 എടുക്കുക, ഇവിടുന്ന് എന്നൊരു ആൽഫ 2 എടുക്കുക, വിച്ച് ഇസ് നോട്ട് ഇൻ എഫ് ഓഫ് ആൽഫ 1. എഫ് ഓഫ് ആൽഫ 1 ഇല്ലാത്തൊരു ആൽഫ 2 എടുക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആൽഫ 2 ഒബ്വിയസ്ലി ഇറ്റ് ഈസ് ആക്ച്വലി ആൾജിബ്രായിക് ഓവർ എഫ്, കാരണം ആൽഫ 2 നമ്മൾ ഈന്ന് എടുക്കുന്ന എലിമെൻ്റ് ആണ്. ഓക്കെ, ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ആൾജിബ്രായിക് ഓവർ എഫ് ഓഫ് ആൽഫ 1. ഓക്കെ, അപ്പം അവിടെ നമുക്ക് എന്താ കിട്ടുക വെച്ചാൽ എഫ് ഓഫ് ആൽഫ 1 ആൽഫ 2 ഓവർ എഫ് എന്ന് പറഞ്ഞതിൻ്റെ അത് നമുക്ക് എഫ് ഓഫ് ആൽഫ 1 ഓവർ ആൽഫ 2 ഡിഫൈൻ ചെയ്യാൻ പറ്റും. എഫ് ഓഫ് ആൽഫ 1 ഓവർ ആൽഫ 2 ഓവർ എഫ് ഒരു വെക്റ്റർ സ്പേസ് ആയിരിക്കും ഓഫ് സം ഡിഗ്രി ഫൈനൈറ്റ് നമ്പർ. ഓക്കെ, അപ്പോൾ ഈ പ്രോസസ്സ് അപ്പം ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. അപ്പം ഈ ഒരു സ്റ്റേജിൽ നിങ്ങളെ എന്ന് പറഞ്ഞ സപ്പോസ് എഫ് ഓഫ് ആൽഫ 1 ആൽഫ 2 ആണെങ്കിൽ നമുക്ക് പ്രൂഫ് സ്റ്റോപ്പ് ചെയ്യാം. ഇനി ഇതല്ല എന്ന കേസെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? അത് സപ്പോസ് ദാറ്റ് ഈസ് ഇഫ് ഈസ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് ആൽഫ 1 ആൽഫ 2, നമ്മൾ എന്താ ചെയ്യുക? വി ഗോ ഫോർ ചൂസിങ് അനദർ എലിമെൻറ്റ് ആൽഫ 3 ഇൻ ഇ വിച്ച് ഇസ് ആൾജിബ്രായിക് ഓവർ എഫ്, വിച്ച് ഇസ് ആൾജിബ്രായിക് ഓവർ എഫ് ഓഫ് ആൽഫ 1 ആൽഫ 2 ഓൾസോ. അപ്പോൾ ഈ രീതിയിൽ ഇതേപോലെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് പോകും, മുമ്പോട്ട് കൺസ്ട്രക്ട് ചെയ്ത് പോകും. ഓക്കെ, പക്ഷേ നമുക്കൊരു കാര്യം അറിയാം, നമ്മൾ ഈ എക്സ്റ്റൻഷൻ ഒരു ഫൈനൈറ്റ് എക്സ്റ്റൻഷനാണ്. അപ്പോൾ നിങ്ങളിതിങ്ങനെ കണ്ടുപിടിച്ച് മുമ്പോട്ട് പോകുമ്പം ഒരു സ്റ്റേജ് എത്തുമ്പം ഇത് സ്റ്റോപ്പ് ചെയ്യും. കാരണം ഡിഗ്രി ഓഫ് ഓവർ എഫ് എന്ന് പറഞ്ഞാൽ ഒരു ഫൈനൈറ്റ് നമ്പറാണ്. ഓക്കെ, ഇറ്റ് ഈസ് ഫൈനൈറ്റ് നമ്പർ. അതെ, എന്താണ് ഇത് ഫൈനൈറ്റ് ആയിരിക്കും. സിൻസ് വി നോ ദാറ്റ് ഓവർ എഫ് ഈസ് ഫൈനൈറ്റ്, at some stage we will stop. Okay, it's some finite number of alpha n's we will stop this construction. അതായത് എഫ് ഓഫ് ഒരു സ്റ്റേജ് നമ്മളിങ്ങനെ എത്തും വേർ എഫ് ഓഫ് ആൽഫ 1 ആൽഫ 2 സെക്ടർ ആൽഫ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആയിരിക്കും, ആൻഡ് വി വിൽ സ്റ്റോപ്പ് ദെയർ ആൻഡ് വി ഗെറ്റ് ദ റിക്വയർഡ് റിസൾട്ട്. ഓക്കെ, അപ്പം ഈ ഒരു റിസൾട്ട് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ശരിക്കും ഈ ഒരു റിസൾട്ട് എന്നുള്ള ഇംപ്ലിക്കേഷൻ എന്താ വെച്ചാൽ, നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഓൾജിബ്രായിക് ഒരു ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഫീൽഡ് ആണെങ്കിൽ എഫിൻ്റെ ഒരു ഫൈനൈറ്റ് എക്സ്റ്റൻഷനാണ് എങ്കിൽ അത് ഓൾജിബ്രായിക് എക്സ്റ്റൻഷൻ ആയിരിക്കും. ഇനിയിപ്പോൾ അതൊരു ഫൈനൈറ്റും ഓൾജിബ്രായിക് എക്സ്റ്റൻഷൻ ആണെങ്കിൽ അതിൻ്റെ ഫോം എങ്ങനെയായിരിക്കും? അതായത് അത് ഫൈനൈറ്റും ആണ് ഓൾജിബ്രായിക് എക്സ്റ്റൻഷനും ആണെങ്കിൽ അതിൻ്റെ ഫോം എന്ന് പറഞ്ഞാൽ, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി ഓഫ് ഓവർ എഫ് എന്ന് പറഞ്ഞ ഒരു ക്വാണ്ടിറ്റി സം ടി ഒരു ഫൈനൈറ്റ് നമ്പർ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് എന്താ വെച്ചാൽ, ആൻഡ് ഈസ് ആക്ച്വലി ഓൾജിബ്രായിക് എക്സ്റ്റൻഷനും ആണ്. ഓക്കെ, ആൻഡ് ഈസ് ആക്ച്വലി എ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ, കാരണം നമുക്കൊരു ഫൈനൈറ്റ് നമ്പർ ടി കിട്ടുന്നത് ഈ ഡിഗ്രി എങ്കിൽ ഈ എന്ന് പറഞ്ഞാൽ ശരിക്ക് എഫ് ഓഫ് സം ആൽഫ 1 ആൽഫ 2 സെക്ട്ര ആൽഫ എൻ രൂപത്തിലായിരിക്കും എന്നാണ് നമുക്ക് ഈ റിസൾട്ടിൽ നിന്ന് കിട്ടുന്ന ഇംപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ അത് വെച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സോ എല്ലാവരും ഒന്നും കൂടി ക്ലാസ് കാണുക, മനസ്സിലാവാത്തതൊക്കെ ചോദിക്കുക, അടുത്ത ക്ലാസ്സിൽ ചോദിക്കുക, അല്ലെങ്കിൽ എന്നോട് പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുക ഡൗട്ട്സ്. ഓക്കെ, താങ്ക് യു.